പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ജിയോമെട്രി എന്ന ടോപ്പിക്കിനകത്തിലെ 2D ഫിഗേഴ്സ് എന്ന സെക്ഷനകത്തിലെ ട്രയാങ്കിൾസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ട്രയാങ്കിൾസ് എന്താണെന്ന് A to Z കാര്യം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചു. അതിനുശേഷം ഒരു 5 മോഡലിൽ നമ്മൾ വീഡിയോ ചെയ്ത് 5 മോഡൽ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത 6ാമത്തെ മോഡൽ മുതലാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം ഇവിടെ എഴുതിയിട്ടില്ല. അംശബന്ധം 1/5 1/3 1/4 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1/5 1/3 1/4 ആണ്. അങ്ങനാണെങ്കിൽ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 94 സെൻറ്റിമീറ്റർ ആയാൽ ചെറിയ വശം ഏത്? 94 സെൻറ്റിമീറ്റർ ആയാൽ ചെറിയ വശം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ വശങ്ങളുടെ അംശബന്ധം കൊടുത്തിരിക്കുന്നത് ഫ്രാക്ഷൻ രൂപത്തിലാണ് അല്ലേ? വശങ്ങളുടെ അംശബന്ധം കൊടുത്തിരിക്കുന്നത് ഫ്രാക്ഷൻ രൂപത്തിലാണ്. നമുക്കാദ്യം ഈ ഫ്രാക്ഷൻ രൂപത്തെ സാധാരണ നമ്പേഴ്സിലേക്കൊന്ന് മാറ്റി നോക്കാം. എങ്ങനെയാണ് മാറ്റുന്നത്? നോക്കി, ഇവിടെ 5, 3, 4 ഇതാണ് ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് കിടക്കുന്നത് അല്ലേ? ഈ ഡിനോമിനേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഡിനോമിനേറ്ററിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? LCM കണ്ടുപിടിക്കുക. ഡിനോമിനേറ്ററിൻ്റെ LCM കണ്ടുപിടിക്കുക. ഇവിടെ 5, 3, 4 LCM എന്ന ടോപ്പിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LCM കാണാൻ അറിയാത്തവർ എന്ത് ചെയ്യുക? ആ വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക. നല്ല രീതിയിൽ നമ്മൾ LCMും HCFും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 5, 3, 4 എന്ന നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കുക. ഇവിടെ LCM ആയിട്ട് 60 കിട്ടും. കാരണം 5നെയും 3നെയും 4നെയും ഒരു കോമൺ നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 5 × 3 × 4 ആയിരിക്കും. എന്ന് ചെയ്യുമ്പോൾ 5 × 3 × 4 ചെയ്യുമ്പോൾ ആൻസർ 60 കിട്ടും. അപ്പോൾ ഈ 60 വെച്ചിട്ട് നമുക്ക് ഓരോ ഫ്രാക്ഷനെയും എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യുക. അതെ, ആദ്യം 60 × 1/5 ചെയ്യുക. 1/5 ചെയ്യുമ്പോൾ നമുക്ക് 12 വന്ന് കിട്ടും. മനസ്സിലായോ? അടുത്ത 60 × 1/3 എത്രയായിട്ട് നമുക്ക് 20 എന്ന് കിട്ടും. അടുത്തത് 60 × 1/4 നമുക്ക് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. അപ്പോൾ ഈ അംശബന്ധത്തിന് പകരം നമുക്ക് 12 എന്നെടുക്കാം, 20 എന്നെടുക്കാം, 15 എന്നെടുക്കാം. അപ്പോൾ ഫ്രാക്ഷനിലാണ് നമ്മുടെ അംശബന്ധം തരുന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ ഫ്രാക്ഷനിൽ നിന്നും സാധാ നമ്പറിലേക്ക് മാറ്റുക. എങ്ങനെ നമ്പറിലേക്ക് മാറ്റുന്നത്? ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കാണുക. ആ LCM ചെയ്യുമ്പോൾ നമുക്ക് 60 എന്ന് കിട്ടി. ഈ 60 കൊണ്ട് ഓരോ ഫ്രാക്ഷനെയും എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വശങ്ങളുടെ അംശബന്ധം എന്തായിട്ട് കിട്ടി? 12:20:15 എന്ന് കിട്ടി. 12:20:15 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ചെറിയ വശമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിനകത്ത് ചെറിയ വശം എന്ന് പറയുന്നത് 12 ആണ് അല്ലേ? 12 ആണ് ചെറിയ വശം. ഇനി ഈ ചെറിയ വശം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ എങ്ങനെയാണ്? ഇവിടെ 3 വശവും കൂടെ കൂട്ടുന്നത് 94 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. അതാണ് ചുറ്റളവ് അല്ലേ? ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡും കൂടെ കൂട്ടുന്നതാണ് ചുറ്റളവ്. ABC, A+B+C ആണ് ചുറ്റളവ് എന്ന് പറയുന്നത്. ഇവിടെ 3 വശവും കൂടെ കൂട്ടുന്നത് 94 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതിനകത്തിൽ 12:20:15 എന്നാണ് 94നെ ഡിവൈഡ് ചെയ്തേക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ആ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 12:20:15 ആണ്. ഇനി എന്ത് ചെയ്യുക? ടോട്ടൽ 94 ആണെങ്കിൽ ഇവിടുത്തെ ചെറിയ അംശബന്ധം കണ്ടുപിടിക്കാൻ, ചെറിയ വശം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 94 × ചെറിയ വശമായ 12 ഡിവൈഡഡ് ബൈ ഈ 3 അംശബന്ധവും കൂടെ കൂട്ടുന്നത് എന്ന് വെച്ചാൽ 12 + 20 + 15 ഇത് 3ഉം കൂടെ കൂട്ടുക. ആൻസർ എത്ര കിട്ടും നമുക്ക്? 47 എന്ന് കിട്ടും. 47. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 47 ചെയ്യുക. എങ്ങനെ അംശബന്ധം കണ്ടുപിടിക്കുന്നത്? 94 ആണ് ടോട്ടൽ സം എന്ന് പറയുന്നത് അല്ലേ? 3 വർഷം കൂടെ കൂട്ടുന്നത് 94 ആണ്. ആ 94 × നമുക്ക് കണ്ടുപിടിക്കേണ്ട അംശബന്ധം ഏതാണോ അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ അംശബന്ധങ്ങളുടെ തുക എഴുതുക. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 എന്ന് കിട്ടും. 24 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1/2:1/3:1/4 ആണെങ്കിൽ
1/4 ആണെങ്കിൽ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 130 സെൻറ്റിമീറ്റർ ആയാൽ ചെറിയ വശം എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ആദ്യം ഈ ഫ്രാക്ഷനിൽ തന്നേക്കുന്ന അംശബന്ധത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പൂർണ്ണ നമ്പേഴ്സിൻ്റെ അംശബന്ധമായിട്ട് മാറ്റുന്നു. എങ്ങനെയാണ്? ഡിനോമിനേറ്റേഴ്സ് നോക്കുക, 2, 3, 4. 2, 3, 4ൻ്റെ LCM എടുത്ത് നോക്കുക. ഇവിടെ LCM എടുക്കുമ്പോൾ 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 1, 3, 2. 1, 3, 2. ഇനി 2 × 1 2, 2 × 3 6, 6 × 2. LCM ഇവിടെ എത്ര കിട്ടും? നമുക്ക് 12 എന്ന് കിട്ടും. 12 എന്ന് കിട്ടും. ഇവിടെ LCM കിട്ടി. ഇനി LCMനെ ഓരോ ഫ്രാക്ഷൻ വെച്ച് ഇൻറ്റു ചെയ്യുക. 12 × 1/2 നമുക്ക് ആൻസർ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അടുത്ത 12 × 1/3 1/3 ആൻസർ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അടുത്ത 12 × 1/4 ആൻസർ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ അംശബന്ധത്തെ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 6:4:3 എന്ന് എഴുതാം. അപ്പോൾ വശങ്ങളുടെ അംശബന്ധം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക? ഇവിടെ ടോട്ടൽ 3 വശം കൂടെ കൂട്ടുന്നത് 130 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ 130 സെൻറ്റിമീറ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കാണ് 6:4:3 എന്ന്. ഇവിടുത്തെ എന്താ പറഞ്ഞേക്കുന്നത്? ചെറിയ വശം. ഇവിടെ ചെറിയ വശം ഏതായിരിക്കും? ഈ 3 അംശബന്ധം വരുന്നതായിരിക്കും ഇവിടുത്തെ ചെറിയ വശം. ആ ചെറിയ വശത്തെ നമുക്ക് എങ്ങനെ കാണാം എന്നാണ് പറഞ്ഞത്? 130 × ചെറിയ വശമായ 3/6 + 4 + 3 13 അല്ലേ? ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 10 കിട്ടും. 10 × 3 30 സെൻറ്റിമീറ്റർ. ചെറിയ വശം എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? പറഞ്ഞാൽ മനസ്സിലായല്ലോ? അടുത്ത നോക്കിയേ, മോഡൽ 7 നോക്കിയേ. 12 മീറ്റർ നീളമുള്ള ഒരു സ്തംഭം അതിൻ്റെ അടിയിൽ നിന്നും 5 മീറ്റർ അകലെയായി നിലത്തൊരു കുറ്റി അടിച്ചിരിക്കുന്നു. സ്തംഭത്തിൻ്റെ മുകളിൽ നിന്നും കുറ്റിയുടെ മുകളിലേക്കൊരു കമ്പി കെട്ടണമെങ്കിൽ കമ്പിക്ക് എത്ര മീറ്റർ നീളം വേണം? നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ എന്താണോ പറഞ്ഞേക്കുന്നത് അതേപോലെ ഒന്ന് വരച്ച് നോക്കുക. വരച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാകത്തുള്ളൂ. നോക്കാം. 12 മീറ്റർ നീളമുള്ള ഒരു സ്തംഭം. അപ്പം 12 മീറ്റർ നീളമുള്ള സ്തംഭം. ഓക്കെ, 12 മീറ്റർ. അതിൻ്റെ അടിയിൽ നിന്നും 5 മീറ്റർ അകലെയായി, ഇതാണ് അടിഭാഗം, അടിയിൽ നിന്നും 5 മീറ്റർ അകലെയായി ഇവിടെ ഒരു കുറ്റി അടിച്ചിട്ടുണ്ട് അല്ലേ? 5 മീറ്റർ അകലെയായി എന്ത് അടിച്ചിട്ടുണ്ട്? ഒരു കുറ്റി അടിച്ചിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? സ്തംഭത്തിൻ്റെ മുകളിൽ നിന്നും, ഇതാണ് മുകൾ ഭാഗം അല്ലേ? മുകളിൽ നിന്നും ഈ കുറ്റിയിലേക്ക് ഒരു കമ്പി കെട്ടണം. കുറ്റിയിലേക്ക് എന്ത് കെട്ടണം? ഒരു കമ്പി കെട്ടണം. അപ്പോൾ നോക്കിയേ, നമ്മൾ പറഞ്ഞു 12 മീറ്റർ നീളമുള്ള ഒരു സ്തംഭം, അതിൻ്റെ അടിഭാഗത്തായിട്ട് 5 മീറ്റർ മാറി എന്ത് നിൽക്കുന്നു? നിലത്തൊരു കുറ്റി നിൽക്കുന്നു. ഈ കുറ്റിയിലേക്ക് സ്തംഭത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്നൊരു കമ്പി കെട്ടണമെങ്കിൽ ആ കമ്പിയുടെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നോക്കിയേ, ഇത് കണ്ടിട്ട് എന്തുപോലെ ഇരിക്കുന്നുണ്ട്? ഒരു മട്ടത്രികോണം പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ടാകും. കാരണം നമ്മൾ നിലത്തുനിന്ന് എപ്പോഴും ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കുറ്റികൾ താക്കാറുള്ളത് അല്ലെങ്കിൽ സ്തംഭങ്ങൾ പണിയാറുള്ളത് അല്ലേ? അപ്പോൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതൊരു മട്ടത്രികോണമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മട്ടത്രികോണത്തിൻ്റെ താഴത്തെ ഭാഗം അല്ലെങ്കിൽ ഈ പെർപെൻഡിക്കുലർ 90 ഡിഗ്രി വരുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത് ബേസും ഓൾട്ടിറ്റ്യൂഡും തമ്മിലാണ്. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡും തമ്മിലാണ് അല്ലേ? അവിടെയാണ് 90 ഡിഗ്രി വരുന്നത്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ചരിഞ്ഞ് കിടക്കുന്ന സൈഡ്, ഏറ്റവും വലിയ സൈഡ് എന്തായിരിക്കും? അത് ഹൈപ്പൺയൂസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മലയാളം പറയുകയാണെങ്കിൽ കർണമായിരിക്കും. ഇത് വെച്ച് നമുക്കറിയാം കർണം, പൈതഗോറസ് തിയറം നമുക്കറിയാം അല്ലേ? പൈതഗോറസ് തിയറം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. പൈതഗോറസ് തിയറം അനുസരിച്ച് ഒരു മട്ടത്രികോണത്തിൻ്റെ ഏറ്റവും നീളമുള്ള വശം അല്ലെങ്കിൽ ഹൈപ്പൺയൂസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കർണം എന്ന് പറയുന്നത് കർണം കണ്ടുപിടിക്കാൻ കർണം സ്ക്വയർ ഈക്വൽ ടു, കർണം സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെങ്കിൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. അപ്പം കർണം സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എടുത്താൽ മതി. ഇവിടെ നോക്കിയേ, പാദം സ്ക്വയർ എത്ര? പാദം തന്നിട്ടുണ്ട് 5, അപ്പോൾ 5ൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് 12 തന്നിട്ടുണ്ട്, അപ്പോൾ 12ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്, പ്ലസ് 12ൻ്റെ സ്ക്വയർ 144 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 169 എന്ന് കിട്ടി. 169. അപ്പം കർണം സ്ക്വയർ ആണ് 169. കർണം സ്ക്വയർ, അത് ശ്രദ്ധിക്കുക.
ശ്രദ്ധിക്കുക, നമുക്ക് കിട്ടുന്ന ആൻസർ സ്ക്വയർ ആണ് കിട്ടുന്നത്, കർണം സ്ക്വയർ ആണ് കിട്ടുന്നത്. ഇനി കർണമാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. കർണം ഈക്വൽ ടു അല്ലെങ്കിൽ ഹൈപ്പർന്യൂസ് ഈക്വൽ ടു റൂട്ട് 169 അല്ലേ. കർണം സ്ക്വയർ 169 ആകുമ്പോൾ കർണം എന്ന് പറയുന്നത് റൂട്ട് 169 എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 മീറ്റർ. അപ്പോൾ നമുക്ക് എത്ര കമ്പിയാണ് വേണ്ടത്? 13 മീറ്റർ നീളമുള്ള കമ്പിയാണ് വേണ്ടത്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളിത് വരച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ മട്ടത്രികോണമാണെന്ന് മനസ്സിലാവും. മട്ടത്രികോണത്തിൻ്റെ ഒരു സൈഡാണ് ഈ സ്തംഭത്തിൻ്റെ നീളം, അല്ലെങ്കിൽ 12 മീറ്റർ. ഇനി ബേസ് ആണ് പറഞ്ഞേക്കുന്നത് 5 മീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വലിയ സൈഡാണ്, അല്ലെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ്, വലിയ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെ ഹൈപ്പർന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് വിളിക്കും. പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്കറിയാം, ഏതെങ്കിലും രണ്ട് സൈഡ് തന്നാൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം 5 എന്ന് തന്നിട്ടുണ്ട്, 5ൻ്റെ സ്ക്വയർ പ്ലസ് ലംബം 12 എന്ന് തന്നിട്ടുണ്ട്, 12ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 25 പ്ലസ് 144, നമുക്ക് 169 എന്ന് കിട്ടും. കർണം സ്ക്വയർ ആണ് 169, അതുകൊണ്ട് കർണം എന്ന് പറയുന്നത് എന്ത് കിട്ടും? റൂട്ട് 169 ഈക്വൽ ടു 13 എന്ന് കിട്ടും. മനസ്സിലായോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 8 മീറ്റർ നീളമുള്ളൊരു സ്തംഭം അതിൻ്റെ അടിയിൽ നിന്നും 6 മീറ്റർ അകലെയായി നിലത്തൊരു കുറ്റി അടിച്ചിരിക്കുന്നു. സ്തംഭത്തിൻ്റെ മുകളിൽ നിന്നും കുറ്റിയുടെ മുകളിലേക്ക് ഒരു കമ്പി കെട്ടണമെങ്കിൽ കമ്പിക്ക് എത്ര മീറ്റർ നീളം വേണം? വരച്ചു നോക്കാം അല്ലേ. ഇതേ നോക്കിയേ, ആദ്യമേ എന്താ പറഞ്ഞേക്കുന്നത്? 8 മീറ്റർ നീളമുള്ളൊരു സ്തംഭം, 8 മീറ്റർ നീളമുണ്ട്, 8 മീറ്റർ നീളമുള്ളൊരു സ്തംഭം. അതിൻ്റെ അടിഭാഗത്ത് നിന്നും 6 മീറ്റർ ദൂരയിലേക്ക് ഒരു കുറ്റി അടിച്ചിരിക്കുന്നു. ആ കുറ്റിയുടെ മുകൾ ഭാഗത്തേക്ക് സ്തംഭത്തിൻ്റെ മുകളിൽ നിന്നും എന്ത് കെട്ടണം? ഒരു കമ്പി കെട്ടണമെങ്കിൽ ആ കമ്പിയുടെ നീളം എത്രയാണ്? നോക്കേ, ഇതും എന്താണ്? ഒരു പെർപെൻഡിക്കുലർ വരുന്ന സൈഡാണ്, അതുകൊണ്ട് ഇതും മട്ടത്രികോണമാണ്, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. കഴിഞ്ഞ കണക്ക് ചെയ്തതുപോലെ ഏത് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? കർണം സൈഡാണ്. കർണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈപ്പർന്യൂസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഹൈപ്പർന്യൂസ് ആണെന്ന് എങ്ങനെ മനസ്സിലാവും? ദേ ഇവിടെ പെർപെൻഡിക്കുലർ വരില്ലേ 90 ഡിഗ്രി. ഈ 90 ഡിഗ്രി എപ്പോഴും പാദത്തിനും ലംബത്തിനും ഇടയ്ക്കുള്ള ആംഗിൾ ആയിരിക്കും 90 ഡിഗ്രി. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന, ചരിഞ്ഞ് കിടക്കുന്ന ഏറ്റവും വലിയ സൈഡ്, ഈ ത്രികോണത്തിനകത്തിലെ ഏറ്റവും വലിയ സൈഡാണ് കർണം സൈഡ് അല്ലെങ്കിൽ ഹൈപ്പർന്യൂസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഹൈപ്പർന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഹൈപ്പർന്യൂസിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ലംബം ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ ബേസ് എന്ന് പറയുന്ന 6 ആണ്, 6ൻ്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് 8 ആണ്, 8ൻ്റെ സ്ക്വയർ, 6ൻ്റെ സ്ക്വയർ 36, 8ൻ്റെ സ്ക്വയർ 64, കൂട്ടുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും. ഹൈപ്പർന്യൂസിൻ്റെ സ്ക്വയർ ആണ് 100, അതുകൊണ്ട് ഹൈപ്പർന്യൂസ് ഈക്വൽ ടു റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 10 മീറ്റർ എന്ന് കിട്ടും. അപ്പം 10 മീറ്റർ നീളമുള്ള എന്ത് വേണം? കമ്പി വേണം. ഓക്കെ ആണല്ലോ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. ഓക്കെ, ഈ മോഡൽ മനസ്സിലായല്ലോ. ഇനി അടുത്ത മോഡലിലേക്ക് പോവാം. മോഡൽ 8 നോക്കാം. ഒരു സമപാർശ്വ മട്ടത്രികോണത്തിൻ്റെ തുല്യവശങ്ങളിൽ ഒന്ന് 12 സെൻറ്റിമീറ്റർ ആയാൽ തുല്യമല്ലാത്ത വശത്തിൻ്റെ നീളം എത്ര? മനസ്സിലായോ? രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്നൊരു ഈ പറഞ്ഞേക്കുന്ന ത്രികോണം ഒരു സമപാർശ്വ ത്രികോണമാണെന്ന് പറഞ്ഞു, അതൊരു മട്ടത്രികോണമാണെന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇതൊരു മട്ടത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മട്ടത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതൊരു 90 ഡിഗ്രി ഉള്ളൊരു ട്രയാങ്കിളാണ്. ഇനി അതിൻ്റെ രണ്ട് സൈഡ് സമപാർശ്വമാണെന്ന് പറഞ്ഞു. സമപാർശ്വ ത്രികോണത്തിൻ്റെ അർത്ഥം എന്താ? രണ്ട് സൈഡ് ഈക്വലായിട്ട് വരും അല്ലേ. രണ്ട് സൈഡ് ഇവിടെ ഈക്വലായിട്ട് വരുന്ന സൈഡ് ഏതൊക്കെയായിരിക്കും? പാദവും ലംബവും ആയിരിക്കും. ഇങ്ങനെ സമപാർശ്വ ത്രികോണത്തിനകത്തിൽ ഈക്വലായിട്ട് വരുന്ന സൈഡ് ഏതൊക്കെയായിരിക്കും? പാദവും ലംബവും ആയിരിക്കും ഈക്വലായിട്ട് വരുന്നത്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് അത് ഒരാൾ മാത്രമേ ഉള്ളൂ. വലിയ സൈഡായിരിക്കും, അയാൾ കർണമായിരിക്കും. അപ്പം പാദവും ലംബവും എന്തായിട്ട് വരും? ഈക്വലായിട്ട് വരും, തുല്യമായിട്ട് വരും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്ന ത്രികോണം ഇതാണ്. എന്ത്? ഒരു സമപാർശ്വ മട്ടത്രികോണമാണ്.
ഓക്കെ. ഇനി തുല്യമായ വശങ്ങളിൽ 12 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുല്യമായ ഈ വശം 12 ആണെങ്കിൽ ഈ വശവും എത്രയായിരിക്കും? 12 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി തുല്യമല്ലാത്ത വശത്തിൻ്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. ദേ ഇവിടുത്തെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, ആ നീളമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഏത് സൈഡാ? ഹൈപ്പൺയൂസ് ആണ് അല്ലെങ്കിൽ കർണമാണ്. അപ്പം നമുക്ക് പൈതഗോറസ് തിയറം അനുസരിച്ച് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ കണ്ടുപിടിക്കാം. ഒന്നാമത്തെ വഴി നമ്മൾ കഴിഞ്ഞ മോഡൽ ചെയ്ത പോലെ പാദം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് കർണം സ്ക്വയർ കിട്ടും. അതുപയോഗിച്ച് കർണം കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ട്രയാങ്കിൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് ഈ രണ്ട് ട്രയാങ്കിളിനെ ഏറ്റവും അവസാനമായി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു നമ്മുടെ സെറ്റ് സ്ക്വയർ. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുള്ള രണ്ട് ട്രയാങ്കിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഒന്ന് ദേ ഇങ്ങനെ ഇരിക്കുന്നൊരു ട്രയാങ്കിളുണ്ട്, അതേപോലെ ദേ ഇങ്ങനെ ഇരിക്കുന്നൊരു ട്രയാങ്കിളുണ്ട്. ഈ രണ്ട് ട്രയാങ്കിളിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഏതൊക്കെ വരും? ഒന്ന് 90 ഡിഗ്രി വരും അല്ലേ? ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് ചെറുത് 30 ആയിരിക്കും, ഇത് 60 ആയിരിക്കും. ഇതിൻ്റെ അംശബന്ധം എങ്ങനെ വരും? 30:60:90 എന്നുള്ളതാണ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ? ഒരു ആംഗിൾ 30 ആയിരിക്കും, ഒരാംഗിൾ 60 ആയിരിക്കും, ഒരാംഗിൾ 90 ആയിരിക്കും. ഇനി നോക്കിയേ, ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇതിനകത്തിലെ ആംഗിൾസ് എന്ന് പറയുന്നത് 45:45:90 എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ആംഗിൾ അല്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇതിനകത്തിലെ രണ്ട് സൈഡ് ഈക്വൽ ആയിരുന്നു, അതുകൊണ്ട് ഇത് സമപാർശ്വ ത്രികോണമാണെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് ഇവിടെയും അവർ പറഞ്ഞേക്കുന്നത് അല്ലേ? രണ്ട് സൈഡ് ഈക്വലായിട്ട് വരുന്ന ഒരു ട്രയാങ്കിളാണ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്, മട്ടത്രികോണമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനർത്ഥം ഇത് 90 ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ 45 ആയിരിക്കും, ഈ ആംഗിൾ 45 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇതിനെക്കുറിച്ചാണ്, ഈ ഒരു ട്രയാങ്കിളിനെ കുറിച്ചാണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈഡുകൾ തമ്മിലുള്ള അംശബന്ധം നമ്മൾ പഠിച്ചായിരുന്നു. ആദ്യത്തെ ആളുടെ അംശബന്ധം എത്രയായിരുന്നു? ഇവിടുത്തെ അംശബന്ധം 1:√3:2 ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? 1:√3:2 ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതെങ്ങനെയാണ് വരുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നല്ലേ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ വീഡിയോ കാണാത്തൊരു ദയവ് ചെയ്ത് അത് വീഡിയോ കണ്ട് മനസ്സിലാക്കണേ. അപ്പോൾ രണ്ടാമത്തെ ട്രയാങ്കിളാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ആംഗിൾസ് തമ്മിലുള്ള അംശബന്ധം 45:45:90 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്തായിരുന്നു? 1:1:√2 ആണ്. 1:1:√2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:1:√2 ആണ്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ 45 എന്ന് പറയുന്ന ആംഗിളിന് നേരെയുള്ള സൈഡ് 1 ആണെങ്കിൽ ഈ 45ൻ്റെ നേരെയുള്ള സൈഡും 1 ആയിരിക്കും. 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എത്രയായിരിക്കും? √2 ആയിരിക്കും. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞേക്കുന്നത്? എന്താണ് അത് വെച്ച് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? 45ൻ്റെ അടിയിലല്ലേ 1 എന്ന് എഴുതിയേക്കുന്നത്. അതിനർത്ഥം 45 ആംഗിൾ വരുന്നതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 1 ആണെങ്കിൽ അടുത്ത 45ന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും എത്രയായിരിക്കും? 1 ആയിരിക്കും. അതേപോലെ 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എത്രയായിരിക്കും? √2 ആയിരിക്കും. മനസ്സിലായോ? 45 എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 1 ആണെങ്കിൽ അടുത്ത 45ൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും 1 ആയിരിക്കും. അതേപോലെ 1 ആണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എത്രയായിരിക്കും? √2 ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യനകത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈക്വലായ സൈഡുകൾ എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 12ഉം 12ഉമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 45ൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് 12ഉം 12ഉം ആയിട്ട് വന്നേക്കുന്നത് അല്ലേ? ഇപ്പോൾ ഇവിടെ 1ന് പകരം 12 എന്നാണ് കിട്ടിയേക്കുന്നത്. ഈസ് ഇവിടുത്തെ 1ന് പകരം 12 ആണ്. അങ്ങനെയാണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എത്രയാണ്? 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്, അതല്ലേ നമ്മുടെ ഹൈപ്പൺയൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയുന്നത്. ആ സൈഡല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ഈ ഇക്വേഷനിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കും? നോക്കിയേ, 1 12 ആകണമെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇവിടെ എല്ലാം 12 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്, 12 കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ട്. 1 × 12 12 കിട്ടി, അടുത്ത 1 × 12 അടുത്ത 12 കിട്ടി. അങ്ങനെയാണെങ്കിൽ √2ൻ്റെ കൂടെ എന്ത് ഗുണിക്കണം? 12 ഗുണിക്കണം. അപ്പം 12√2 എന്ന് കിട്ടും. 12√2. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 12√2 ആയിരിക്കും. 12√2. ഇതേ ഓപ്ഷൻ സി.
മനസ്സിലായോ? മനസ്സിലായ കാര്യം പറഞ്ഞത് സമപാർശ്വ മട്ടത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇവിടെ ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് സമപാർശ്വ മട്ടത്രികോണമാണ്, സമപാർശ്വ മട്ടത്രികോണമാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിനർത്ഥം എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ ആംഗിൾ 90 ആണെങ്കിൽ ബാക്കി രണ്ട് ആംഗിൾ 45 ആയിരിക്കും. ഓക്കെ, ഇവിടെ 45 ആയിരിക്കും. ഇനി നമുക്കറിയാം 45:90 വരുന്ന ആംഗിൾ വരുന്ന ഒരു ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ അംശബന്ധം എന്തായിരിക്കും? 45-ന് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ അടുത്ത 45-ന് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. അടുത്ത 90-ന് ഓപ്പോസിറ്റ് എന്തായിരിക്കും? √2 ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ നമ്മളെ ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞേക്കുന്ന തുല്യമായ രണ്ട് സൈഡ് 12 എന്നാണ് തന്നേക്കുന്നത് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 12 ആണെങ്കിൽ ഇവിടെയും 12 ആയിരിക്കും. 1 12 ആകണമെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? 12 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ 1 12 ആകണമെങ്കിൽ 1-ൻ്റെ സ്ഥാനത്താണ് നമുക്കിവിടെ 12 എന്ന് കിട്ടിയേക്കുന്നത് അല്ലേ? അപ്പം 1-ൻ്റെ സ്ഥാനത്ത് 12 കിട്ടിയെങ്കിൽ അതിനർത്ഥം 1 × 12 അല്ലേ? 12 കൊണ്ട് ഗുണിച്ചിരിക്കുന്നു. അതുകൊണ്ട് √2-ൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? 12 കൊണ്ട് ഗുണിക്കണം. √2-ൻ്റെ അവിടെയും 12 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 12√2 എന്ന് കിട്ടും. 12√2. നമ്മുടെ ആൻസർ ഇവിടെ 12√2 ആണ്. സിമ്പിൾ അല്ലേ? മനസ്സിലായല്ലോ? ഒന്നും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സമപാർശ്വ മട്ടത്രികോണമാണെങ്കിൽ ഇവിടെ കിട്ടുന്നത് ഏത് നമ്പറാണോ ആ നമ്പറിനെ √2 കൊണ്ട് അങ്ങ് ഇൻറ്റു ചെയ്യുക. ഇനിയും പഠിക്കാൻ വയ്യാത്തവർക്കാണെങ്കിൽ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പഠിച്ചു വെച്ചേക്കുക. സമപാർശ്വ മട്ടത്രികോണമാണെങ്കിൽ അത്രയും കാര്യം പഠിച്ചു വെച്ചേക്കുക. സമപാർശ്വ മട്ടത്രികോണമാണെങ്കിൽ അവിടുത്തെ ലംബമോ ബേസോ തന്നിട്ടുണ്ടെങ്കിൽ അതേ ഇൻറ്റു √2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കർണം കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമപാർശ്വ മട്ടത്രികോണത്തിൻ്റെ തുല്യവശങ്ങളിൽ ഒന്ന് 14 സെൻറ്റിമീറ്റർ ആയാൽ തുല്യമല്ലാത്ത വശത്തിൻ്റെ നീളം എത്ര എന്നാണ്. തുല്യമല്ലാത്ത വശം എന്ന് പറയുന്നത് ഹൈപ്പർന്യൂസ് ആയിരിക്കും അല്ലേ? ഇവിടെ ഹൈപ്പർന്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സമപാർശ്വ മട്ടത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? സമപാർശ്വ മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എഴുതിക്കോണമെന്നാണ് പറഞ്ഞേക്കുന്നത്. സമപാർശ്വ മട്ടത്രികോണമാണെങ്കിൽ ഇവിടെ ബേസോ ഓൾട്ടിറ്റ്യൂഡോ തന്നിട്ടുണ്ടെങ്കിൽ അതേ ഇൻറ്റു √2 ചെയ്താൽ മതി. √2 ചെയ്താൽ മതി. നമുക്ക് ആൻസർ 14√2 എന്ന് കിട്ടും. ഓക്കെ, പഠിച്ചിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. ഇത്രയും കാര്യങ്ങളും ഈ റേഷ്യോ പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ മാത്രം ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുക, അല്ലെങ്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? സമപാർശ്വ മട്ടത്രികോണമാണെങ്കിൽ അവിടെ ബേസോ ഓൾട്ടിറ്റ്യൂഡോ തന്നിട്ടുണ്ടെങ്കിൽ അതേ ഇൻറ്റു √2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? കർണം കിട്ടും. ഇത് നമ്മൾ എന്തിനു മാത്രം പഠിച്ചു വെച്ചേക്കുക? നിങ്ങൾക്ക് മറ്റേ റേഷ്യോ പറഞ്ഞൊന്നും മനസ്സിലായില്ലെങ്കിൽ മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ ആണോ? ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം 4 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്ര? ഒരു സമഭുജ ത്രികോണം. എന്താ സമഭുജ ത്രികോണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എന്താണ് സമഭുജ ത്രികോണം? സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. പ്രത്യേകതകൾ എന്തൊക്കെയാ? 3 സൈഡ് ഈക്വൽ ആയിരിക്കും. 3 സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ 3 ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 3 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡ്സ് ഈക്വൽ ആയിരിക്കും, 3 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതിലെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. 60 ഡിഗ്രി ഉള്ള എല്ലാ ആംഗിൾസും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. എല്ലാ ആംഗിൾസും തുല്യമായിരിക്കും, എല്ലാ സൈഡ്സും തുല്യമായിരിക്കും. ഇനി ആയാൽ ഇതിൻ്റെ വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്നത്, ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു √3 /4 × a² അല്ലെങ്കിൽ √3a² /4. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. √3a² /4. ഇവിടെ നോക്കാം. √3 ഇൻറ്റു ഇവിടുത്തെ എ എത്രയാണ്? എ എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഒരു വശം തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് 4a² എന്നാണ് പറഞ്ഞേക്കുന്നത്. സൈഡിൻ്റെ സ്ക്വയർ എടുക്കണം അല്ലേ? അതുകൊണ്ട് 4-ൻ്റെ സ്ക്വയർ /4. ഇനി നോക്കിയേ, √3 ഇൻറ്റു 4-ൻ്റെ സ്ക്വയർ നമുക്ക് 4 × 4 എന്ന് എഴുതാം അല്ലേ? സ്ക്വയർ എന്ന അർത്ഥം, സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? 4-നെ 2 തവണ ഇത് ഗുണിച്ചിരിക്കുന്നു എന്നാണ്. അപ്പം 4 × 4 എന്ന് എഴുതാം /4. നോക്കിയേ, ഒരു 4ഉം 4ഉം കൂടെ ക്യാൻസലായി. നമ്മുടെ ആൻസർ എത്രയാണ്? 4√3 എന്ന് കിട്ടി. 4√3 എന്ന് കിട്ടി. മനസ്സിലായോ പറഞ്ഞത്?
എന്താണ് പറഞ്ഞേക്കുന്നത്? സമഭുജ ത്രികോണമാണ് തന്നേക്കുന്നത്. സമഭുജ ത്രികോണത്തിൻ്റെ ഒരു സൈഡ് തന്നാൽ മതി, കാരണം എല്ലാ സൈഡും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √3a² / 4 എന്നുള്ളതാണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 4 അതുകൊണ്ട് √3 × 4² / 4. താഴത്തെ ഡിനോമിനേറ്ററിൽ ഒരു 4ഉം ന്യൂമറേറ്ററിനകത്തുള്ള ഒരു 4ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 4√3 എന്ന് കിട്ടും. ഓപ്ഷൻ എ. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം 8 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്രയാണ്? എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ എന്ന് അവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത് √3a² / 4 ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. √3 × a എന്ന് പറയുന്നത് എത്രയാണ്? 8ൻ്റെ സ്ക്വയർ / 4. √3 × 8 അതാണ് 8ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ, /4. നോക്കിയേ, 4ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 എന്ന് കിട്ടും. 2 × 8 16 √3 എന്ന ആൻസർ കിട്ടി. 16√3. നോക്കിയേ, 16√3 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ എല്ലാം മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ട്രയാങ്കിളിനെ ബേസ് ചെയ്തുള്ള ഒരു 9 മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട്, ട്രയാങ്കിളിനെ ബേസ് ചെയ്ത് 9 മോഡൽ 2 വീഡിയോയിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത 2D ഫിഗറായ ട്രയാങ്കിളിന് 3 സൈഡാണെങ്കിൽ തൊട്ടടുത്ത ഒരു സൈഡും കൂടെ കൂടുമ്പോൾ 4ാമത്തെ സൈഡ് 4 സൈഡുള്ള ചതുരത്തെക്കുറിച്ച് അല്ലെങ്കിൽ റെക്റ്റാങ്കിളിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നു അടുത്ത വീഡിയോയിൽ. അപ്പോൾ റെക്റ്റാങ്കിളിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതേപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള കുറച്ച് മോഡൽസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അങ്ങനെ ഓരോ മോഡലും എടുത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ നല്ല വൃത്തിയായിട്ട് കാണുക, നല്ല രീതിയിൽ പഠിക്കുക. ജാമതി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്, ആരും ഒഴിവാക്കരുത്.